ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൾ ലേണിംഗ്. ദിസ് ഈസ് മീ അസ്ലം. മക്കളെ, നമ്മുടെ പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്കിനാണ് ചോദിക്കാറ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ 1 by 1 നോക്കാം. മലയാളം മീഡിയക്കാർക്കുള്ള ക്വസ്റ്റ്യനും സ്ക്രീനിൽ കാണാൻ പറ്റും. മക്കളെ, ഈ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. x² - 7x + 13 കണ്ടുപിടിക്കാൻ പറയുന്നത് പി ഓഫ് 3 ആണ്. ഞാൻ നേരെ പോളിനോമിയൽ എഴുതാൻ പോവാണ്. ക്വസ്റ്റ്യൻ ആണ് പി ഓഫ് എക്സ് = x² - 7x + 13 ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ഓഫ് 3. പി ഓഫ് 3 എക്സിന് പകരമൊക്കെ എന്താക്കുക, 3 കൊടുക്കുന്നു. 3² - 7 × 3 + 13 = 9 - 7 × 3 21 + 13 വന്നു. 9 - 21 എന്ന് പറഞ്ഞാൽ -12 ആണ്. -12 + 13 = 1. മക്കളെ, അഡീഷൻ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത് അറിയാത്ത ആൾക്കാർ ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് പി ഓഫ് 3 എന്ന് പറയുന്ന ആള് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ബി ക്വസ്റ്റ്യൻ പറയുന്നത് സിമ്പിൾ ആണ്. റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് - പി ഓഫ് 3 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 ഡിഗ്രി പോളിനോമിയൽസ്. 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ പ്രൊഡക്റ്റ് ആയിട്ട് ആര് എഴുതണം? പി ഓഫ് എക്സ് - പി ഓഫ് 3 എന്ന് പറയുന്ന വേറെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, വേറെ പുതിയ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആരാണ്? പി ഓഫ് എക്സ് - പി ഓഫ് 3 ആണ്. പി ഓഫ് എക്സ് - പി ഓഫ് 3 ആണ്. ഈ കാണുന്നതാണ്. ഒന്നുമില്ല, പി ഓഫ് എക്സ് നിന്നും പി ഓഫ് 3 ഈ ആളെ കുറയ്ക്കുന്നു, 1നെ കുറയ്ക്കുന്നു. അപ്പോൾ പി ഓഫ് എക്സ് x² - 7x + 13 - 1 = x² - 7x + 12 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് - പി ഓഫ് 3 എന്ന് പറയുന്ന പോളിനോമിയൽ എന്തായിട്ട് മാറുന്നു? x² - 7x + 12 ആയിട്ട് മാറി. ഇനി ഇയാളുടെ ഫസ്റ്റ് ഡിഗ്രി 2 ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിനുള്ള മെത്തേഡാണ് ഞാനിതാ പറയാൻ പോകുന്നത്. x² - 7x + 12 ആണ് എൻ്റെ പോളിനോമിയൽ. 2 നമ്പേഴ്സ് എനിക്ക് വേണം. എ എന്ന് പറയുന്ന നമ്പർ, ബി എന്ന് പറയുന്ന നമ്പർ. ഇത്ര മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. a × b 12 ആയിരിക്കണം. എക്സ് ഇല്ലാത്ത ആള് a + b -7 ആയിരിക്കണം. എക്സിന്റെ കൂടെ വരുന്ന ആള്. x² ഇവിടെ പരിഗണിക്കേണ്ട. x² നമ്മൾ നോക്കുന്നില്ല. x² കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് കേട്ടോ മക്കളെ. ഇനി a + b -7 a × b 12 ആയിട്ട് വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 12ന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 × 12, അതേപോലെ 2 × 6, പിന്നെ ആരാണ്? 3 × 4. മക്കളെ, 3 × 4 നോക്കിയപ്പോൾ -7 കണക്ഷൻ ഉണ്ട്. -7 ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്താക്കാണ്? 3ഉം 4ഉം ആണ് നമ്പേഴ്സ്. -7 ആയതുകൊണ്ട് -3ഉം -4 എടുത്താൽ പോരെ. എ എന്ന് പറയുന്ന നമ്പർ -3 ആയിട്ടും ബി എന്ന് പറയുന്ന നമ്പർ -4 ആയിട്ടും. -3 + -4 -7 ആണ്. -3 × -4 12 ആണ്. മൈനസും ക്യാൻസൽ ആയി പോയി 12 ആയിട്ട് മാറും. ഇനി ഫാക്ടേഴ്സ് എഴുതാൻ സിമ്പിൾ ആണ്. x² - 7x + 12 എങ്ങനെ എഴുതിയാൽ മതി? ഒരു എക്സ് ചെയ്താൽ അതിൻ്റെ കൂടെ എ എന്ന് പറയുന്ന വാല്യൂ -3. അതേപോലെ വേറൊരു എക്സ് എഴുതുന്നു. ബിന്റെ വാല്യൂ ഏതാണ്? -4. ഫാക്ടേഴ്സ് കിട്ടി. x - 3 × x - 4. ഇതിന് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ബഹുപദത്തിന്റെ സൊല്യൂഷൻ ഒന്നുമില്ല. എക്സിന്റെ കൂടെ വരുന്ന -3ന്റെ സൈൻ ഒഴിവാക്കുന്നു. എക്സിന്റെ കൂടെ സൈൻ ഏതാ വരുന്നത്? -3 ആണ്. നമ്മൾ എന്താക്കണം? +3 ആക്കണം. അതേപോലെ എക്സിന്റെ കൂടെ വരുന്ന -4 ആണ്. അതിന്റെ സൈൻ എന്താക്കുന്നു? +4 ആക്കുന്നു. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുന്നു, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യാവുള്ളൂ മക്കളെ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ ഒരു ബ്രേക്ക് എടുക്കാം.